മികച്ച വികസനമാണ് അഴിയൂർ പഞ്ചായത്തിൽ ജനകീയ മുന്നണി നടപ്പിലാക്കിയതെന്നും വീണ്ടും അധികാരത്തിൽ മുന്നേറ്റത്തോടെ തിരിച്ചുവരുമെന്നും അഴിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ബാബുരാജ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം 50 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്താണ്. അത് കുറച്ച് കാണാൻ പ്രതിപക്ഷത്തിന് പോലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് പോലും കഴിയുകയില്ല. ആ രീതിയിൽ 50 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനം നടത്തുകയും ഈ സർവത്ര വികസനത്തിൻ്റെ അടയാളങ്ങൾ ഈ പഞ്ചായത്തിൽ ശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു തുടർച്ച നൽകേണ്ടത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരാവശ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ജനകീയ മുന്നണി ഭരണ തുടർച്ച ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം 18-ൽ 8 സീറ്റുകളെ ജനകീയ മുന്നണി കിട്ടിയിട്ടുള്ളൂ. അത് മാറി ഇപ്രാവശ്യം 20-ൽ 12-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ ബലമായ വിശ്വാസം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അഴിയൂർ പഞ്ചായത്തിൽ മൊത്തം നടന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നണി വിജയിക്കുകയും ജനകീയ മുന്നണിയുടെ ഒരു ജനകീയ സർക്കാർ ഭരണകൂടം അഴിയൂർ പഞ്ചായത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും. യാതൊരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ പ്രശ്നബാധിത ബൂത്തുകൾ അഴിയൂരിലുണ്ട്. പ്രത്യേകിച്ചിട്ടും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുള്ള 5-6 ബൂത്തുകൾ വർക്ക് ചെയ്യുന്ന അഴിയൂർ ഈസ്റ്റ് യുപിസ്കളുടെ അടുത്താണ് ഞങ്ങൾ പ്രശ്നം ബാധിത ബൂത്തായിട്ട് ഞങ്ങൾ കാണുന്നത്. അവിടെ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് വർക്ക് ചെയ്യാനുള്ള, സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് അവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ കാട്ടിവരുന്നത്. അത് തീർച്ചയായിട്ടും അതിനെതിരെ ഞങ്ങൾ കായികമായി പ്രതിരോധിക്കുകയല്ല, ഞങ്ങളതിനെ ആദർശപരമായിട്ട് ഞങ്ങളുടെ ഈ ഒരു മുന്നണി സംവിധാനം നിന്നുകൊണ്ട് തന്നെ അവരുടെ ഈ അക്രമ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ ഭാഗങ്ങളിൽ ഉന്നത വിജയം നേടുന്നതിനെക്കുറിച്ചുള്ള വിരളി പൂണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു.